ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് എല്ലും കപ്പയും വേവിക്കാവേ. ഞങ്ങളിവിടെ അങ്ങനെയാട്ടോ എല്ലും കപ്പയും വേവിക്കുന്നതെന്നാണ് പറയുന്നത്. കപ്പ ഞാൻ ആദ്യമേ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഉപ്പിട്ടാട്ടോ വേവിച്ചേക്കുന്നത്. കുറച്ചാട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ രാവിലെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും കഴിച്ചതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ കുക്ക് ചെയ്യുന്ന കേട്ടോ. ഒരു 1.5 സവാളയും ഒരു 3-4 ചുമന്നുള്ളിയും ഒരു 10-15 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിയാപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് ചുമല ഇഞ്ചി ആയതുകൊണ്ട് കേട്ടോ ചെറിയ പീസ് എടുത്തേക്കുന്നത്. പിന്നെ സാധാരണ ഇഞ്ചിയാണ് ഇച്ചിരി കൂടെ വേണം കേട്ടോ. പിന്നെ പെരിഞ്ചീരകവും ഗ്രാമ്പും കുറച്ച് പട്ടയും കൂടെ വേണേ, കറുവാപ്പട്ട. നമ്മുടെ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ട് എടുത്ത് വെച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ എരിവ് നല്ലപോലെ വേണ്ടതുകൊണ്ട് കുരുമുളക് നല്ലപോലെ ചതച്ചെടുക്കണേ. അതുകൂടെ അതിൻ്റെ അകത്തിട്ടങ്ങ് ചോപ്പ് ചെയ്തേക്കണം. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി ഇച്ചിരി കരിയാപ്പിലയും കൂടെ പൊട്ടിച്ചേച്ച് നമ്മൾ ചോപ്പ് ചെയ്തേക്കുന്നതും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളം ബ്രൗൺ കളറൊക്കെ ആവുന്നോടം വരെയൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് വെച്ച് 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇടണേ, അതിനകത്ത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ 4-5 സ്പൂൺ നല്ല എരിവ് വേണം കേട്ടോ. മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഏകദേശമൊക്കെ ഒന്ന് പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയൊക്കെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ എല്ലും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഒരു 5 വിസിലടിക്കണം ഉറപ്പായിട്ടുവേ. ഇത് ഇതിനകത്തുണ്ടല്ലോ ഭയങ്കര നെയ്യായതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഉറപ്പായിട്ട് ഒഴിക്കണം കേട്ടോ. പിന്നെ നമുക്കിനി തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്ത് ചേർക്കാൻ ആവശ്യമുണ്ട്. അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇച്ചിരി ഗ്രാമ്പും പട്ടയും വേണമെങ്കിൽ ഇച്ചിരി പെരിഞ്ചീരകവും, ഞാൻ പെരിഞ്ചീരകം ഇതിനകത്ത് ഇട്ടിട്ടില്ലേ, ഒരു വറ്റൽമുളകും കൂടി എടുത്ത് ഒന്ന് ഇതുപോലെ ഒരുപാട് മൂത്ത് പോകരുത്, ഒരു ഇളം ബ്രൗൺ കളറാകുമ്പം നമ്മളിത് ഓഫാക്കണേ. അതല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര കയ്പ്പ് സ്വാദ് വരും മസാലയുടെ ഇത് മൂത്തതിൻ്റെ ചുവയെല്ലാം കൂടി ആകുമ്പോഴേ. പിന്നെ ഈ സമയമാകുമ്പോൾ ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഓപ്ഷണല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ചിലപ്പോഴേ ഇടാറുള്ളത്. ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, നല്ല മസാലച്ചവ കിട്ടാനേ. ഇപ്പം ഞാനത് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടെ ഇട്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ കപ്പയ്ക്കകത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ടെന്നൊക്കെ ഓർത്തോണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചേച്ച് കുറച്ചാണെങ്കിലും ഇങ്ങനെയൊക്കെ കുലുക്കി ഇളക്കാൻ പറ്റുള്ളേ. ഇച്ചിരി കൂടെ വെള്ളം കൂടി ഒഴിച്ച് വെച്ച് ഞാൻ ഒരു വിസിൽ കൂടി അടുപ്പിക്കുവേ. പിന്നെ നമ്മുടെ തേങ്ങ വറുത്തെടുത്തില്ലേ, അത് നല്ലപോലെ ഈ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരയ്ക്കാവുള്ളൂ, ഒരുപാട് അരഞ്ഞു പോകരുതേ. അതും കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് ആവി കയറ്റിയാൽ മതിയേ. ഇതുപോലെ കുക്കർ വെച്ച് അടപ്പ് വെച്ച് അടയ്ക്കണ്ട. നല്ലപോലെ ഒന്ന് ആവിയായി കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ എല്ലും കപ്പയും റെഡിയായി സൂപ്പറാട്ടോ. പക്ഷേ ഇത് ചൂടേ കഴിക്കാനൊക്കെ ഒരു രസമേ. തണുത്ത് കഴിയുമ്പോൾ ഇതിന് നെയ്യെല്ലാം കൂടി ഇങ്ങ് തെളിഞ്ഞ് വരും കേട്ടോ. എനിക്ക് നേരത്തെ ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നേ. അപ്പൂനെയൊക്കെ ചെറുതിൽ എനിക്ക് അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അറിയത്തില്ലായിരുന്നു, എന്നിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയാട്ടോ ഇതൊക്കെ ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണേ. പിന്നെ ഇത് കഴിക്കുമ്പോൾ സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് കഴിക്കുന്ന കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ. ഓക്കെ, ബൈ.